ആഘോഷം ശരി പറഞ്ഞാൽ ക്രിസ്മസിന് ഞങ്ങള് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ആ സിനിമ. ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് കൈജോബി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച് ഇപ്പോൾ നമ്മളോട് ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായി അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും. കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിലെല്ലാം വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ ഗാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് CN ഗ്ലോബലിന്റെ 2ാമത്തെ ചിത്രമാണ്. അതിന്റെ ചിത്രം സ്വർഗമായിരുന്നു. അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളായ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് CN ഗ്ലോബലിന്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടും കൂടെയാണ്. ഞങ്ങൾ ബിസിനസിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിന് ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനും അപ്പുറം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ CN ഗ്ലോബൽ. അതിൻ്റെ 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിന്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്ന ഒരു കഥ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിന്റെ എലിമെന്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, ഇത്രയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനർ ആണ് ആഘോഷം. ഞാനും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെയും കാണാം. അതെനിക്ക് തോന്നുന്ന ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിന്റെ സംവിധായകനും ഇതിന്റെ പ്രൊഡക്ഷനിലെ ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയൽ ആയിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോ ഇനി എന്താ പറയാ, ഒരു ആർട്ടിസ്റ്റ് വരെ എനിക്ക് തോന്നുന്നു അമൽ തുടങ്ങാം അല്ലെ, ആഘോഷത്തെ പറ്റി. അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇപ്പോൾ CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ലിസി ചേച്ചി, ഡോക്ടർ പ്രിൻസ് റോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റ് ആണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൂടുമ്പോൾ ഒരു പരിപാടിയാണ്. അപ്പം ഇതിന്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. അപ്പൊ ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് സിനിമ. അതേപോലെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഹീറോ നരേൻ ഭായ് ഉണ്ട്, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാർ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി ആലിച്ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് സിനിമയാണ് ആഘോഷം. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. കുറേ പടങ്ങൾ റിലീസ് ഉണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പൊ ആ കൂടുതൽ നമ്മുടെ ഈ ആഘോഷം ഒരാഘോഷമായി തന്നെ മാറുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസംബർ 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തനെ ഏറ്റെടുക്കുമ്പോൾ ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാമല്ലേ?
എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ സുമതി പടവിന് ശേഷം. പണിക്ക് ശേഷം ഒരു 10-20 പടം അഭിനയിച്ചിട്ടോ റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്നല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.